വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. അതിലേക്ക് ഞാൻ 2 കപ്പ് അരിയിലാണ് ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളമാണ് അളവ്. അപ്പോൾ ഞാനിവിടെ 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 2 കപ്പ് അരി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ള അരി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 7 തൊട്ട് 8 മിനിറ്റിനുള്ളിൽ നമുക്കിത് കുക്കായിട്ട് കിട്ടും. 80% മാത്രമേ കുക്കാകാവൂ. കംപ്ലീറ്റ് ആയിട്ട് വേവാൻ വേണ്ടി കാത്തു നിൽക്കരുത്. 80% വേവാകുമ്പോൾ നമുക്കത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കണം. ഇപ്പം നമ്മുടെ അരി ഏകദേശം 80% കുക്കായിട്ടുണ്ട്. ഇനിയും ഇത് കുക്ക് ചെയ്താൽ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇനി ഒരു സ്ട്രെയിനറിൽ അത് മാറ്റി വെക്കണം, വെള്ളം ഊറ്റിക്കളയണം. ഇപ്പോൾ ഞാനൊരു സ്ട്രെയിനറിൽ വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാലും ഇത് ഇരുന്ന് കുറച്ചുകൂടെ വെന്തു പോകും. അതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ള പരന്ന പാത്രത്തിലേക്ക് നമ്മളിത് നിരത്തി വെക്കണം. ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബാക്കി വെജിറ്റബിൾസൊക്കെ വഴറ്റി എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് ഈ റൈസ് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ ഒട്ടും ഉടഞ്ഞു പോകാതെ പെർഫെക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതുപോലെ നിരത്തി മാറ്റി വെച്ച് തണുക്കണം. ഇനി നമുക്ക് ഒരു കടായി ചൂടാക്കാൻ വെക്കാം. ചൂടായ കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഫ്രൈഡ് റൈസിൽ മുട്ട താല്പര്യമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഒരുപാട് സ്ക്രാമ്പിൾ ചെയ്ത് തീരെ പൊടിയായി പോകരുത്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കുന്നത് പോലെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതേ സെയിം കടായിലേക്ക് തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 9 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനിയുള്ള കുക്കിംഗ് എല്ലാം ഫാസ്റ്റ് കുക്കിംഗ് ആണ്. നമ്മൾ വളരെ വേഗം കുക്ക് ചെയ്തെടുക്കുകയും വേണം. ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഫ്ലെയിം കുറച്ച് നമ്മൾ ചൈനീസ് വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുക്ക് ചെയ്യരുത്. വേഗം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കതിലേക്ക് 1/2 ഉള്ളി അരിഞ്ഞതും കുറച്ച് സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പോർഷൻ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും അതുപോലെ തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വേഗം ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് എല്ലാം ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുക. അതുകൊണ്ട് ഒരുപാട് വാടിപ്പോവണ്ട. ഇനി ഞാനിവിടെ 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ക്യാപ്സിക്കം മുഴുവനും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കണം. ഇത് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തത് 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്ത് വേവിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 3 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അരിയുന്ന ഷേപ്പൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഒരു 8 തൊട്ട് 10 വരെ ഫ്രഞ്ച് ബീൻസ് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒന്ന് പെട്ടെന്നൊന്ന് ഇളക്കിയെടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ ആയിരിക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനോട് കൂടെ തന്നെ 2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം.
വെജിറ്റബിൾസ് എപ്പോഴും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ റെഡ് കളർ, യെല്ലോ കളർ ബെൽ പെപ്പേഴ്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം, ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ താല്പര്യമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും ഒന്ന് ഇളക്കിയെടുക്കാം. ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന റൈസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ലൈറ്റ് സോയാ സോസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾസിലോട്ട് സോയാ സോസ് ചേർത്ത് കൊടുത്തത്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ അത് ഈ റൈസ് ഇട്ടതിന് ശേഷം റൈസിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഡാർക്ക് സോയാ സോസിന് കുറച്ചുകൂടി ഡാർക്ക് കളറാണ്. അതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾസിൻ്റെ മുകളിലോട്ട് ചേർക്കുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം കറുത്തു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടി റൈസ് ചേർത്തിട്ട് നമ്മൾ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗ് മുകളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ പോർഷനും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇവിടെ വളരെ വേഗത്തിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ അളവിൽ ഉണ്ടാക്കിയാൽ 5 പേർക്ക് കഴിക്കാവുന്ന അളവുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകും. താങ്ക്